അതേപോലെ തന്നെ വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊന്നാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയൽ സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ ഒരു തവണ പറയുന്നത് സദഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വതുസ്മിഉൽ അസമ്മ വതഹ്ദിൽ അഅമ, നേരത്തെ പറഞ്ഞത് കണ്ണിന് കാഴ്ച കുറഞ്ഞ ആൾക്കാണ്. ഇവിടെ കണ്ണിന് കാഴ്ചയില്ല, തീരെ ഇല്ലാത്ത ആളുകളെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ചില വീട്ടിലൊക്കെ കാഴ്ചയില്ലാത്ത ആളുകൾ ഉണ്ടാകും. അവരെ ഓരോ കാര്യത്തിനും നമ്മൾ സഹായിക്കേണ്ടി വരും. ആ സഹായിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് സദഖയാണ്. അവരെ കൈപിടിച്ച് പലയിടത്തും കൊണ്ടുപോകേണ്ടി വരും. അതിനാണ് വതഹ്ദി അൽ അഅമ എന്ന് പറയുക. നീ ഒരു അന്ധനായ വ്യക്തിയെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അയാളെ കൈപിടിച്ച് പലയിടത്തും കൊണ്ടുപോകേണ്ടി വരും. അതൊക്കെ സദഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് വതസ്അ ബിശിദ്ദതി സാഖൈക ഇലൽ ലഹ്ഫാനിൽ മുസ്തഗീസ്, നിന്നോട് സഹായം ചോദിക്കുന്ന ആക്രമിക്കപ്പെട്ടയാളെ നിന്റെ കാൽ കരുത്തുകൊണ്ട് അയാളുടെ കൂടെ നിന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്നയാൾ. നേരത്തെ പറഞ്ഞ വിഷയത്തിന് ബന്ധമുണ്ട്. നമ്മോട് സഹായം ആവശ്യപ്പെട്ടു വന്ന് ആക്രമിക്കപ്പെട്ട, ലഹ്ഫാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം മദ്ലൂം എന്നാണ് പറഞ്ഞിട്ട്, ആക്രമിക്കപ്പെട്ടവൻ, അവന്റെ കൂടെ നമ്മുടെ കാൽ കരുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി കൊണ്ട് അയാളുടെ കൂടെ നിന്ന് സഹായിക്കുക എന്നുള്ളത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വതർഫഉ ബിശിദ്ദതി ദിറാഇക മഅ ദഈഫ്, നിന്റെ കൈ കരുത്തുകൊണ്ട് ഒരു ദുർബലനെ സഹായിക്കുക. നിന്റെ കൈ കരുത്തുകൊണ്ട് നിന്റെ ഒരു ദുർബലനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദുർബലനായ ഒരു വ്യക്തി, അയാൾക്ക് ശക്തിയില്ല. അപ്പൊ അയാളുടെ വേറെ ഹദീസിൽ അങ്ങനെ തന്നെ കാണാം, അയാളുടെ ചരക്ക്, അയാളുടെ ചുമട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് അത് അയാളുടെ കൂടെ നടക്കുക, ഒരു സഹായം എന്ന നിലയ്ക്ക്. അപ്പൊ ദുർബലരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ദഈഫായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവരെ സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു വിഷയമാണ് വശർബതു മിനൽ മാഇ യസ്ഖീഹാ സദഖ. നമ്മളൊരു ഇറക്ക് വെള്ളം അത് മറ്റൊരാളെ കുടിപ്പിക്കുക എന്നുള്ളത് സദഖയാണ്. നമ്മളൊരാൾക്ക് ഒരു വെള്ളം എടുത്തു കൊടുത്തു, അത് സദഖയാണ്. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നത്, അയാളെ കുടിപ്പിക്കുന്നത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അത്തസദ്ദുഖു അലൽ മുസല്ലി, നിസ്കരിക്കുന്നയാൾക്ക് സദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മസ്ജിദിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഒരാൾ വന്നത്. ആ സമയത്ത് ആ ജമാഅത്ത് കിട്ടാത്ത വ്യക്തിക്ക് ജമാഅത്ത് കിട്ടിയ ആൾ അയാളുടെ കൂടെ നിന്ന് നിസ്കരിക്കുക. അതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് സദഖ എന്നുള്ളതാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഒരാൾ വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, മൻ യതസദ്ദഖു അലാ ഹാദാ, ഈ വ്യക്തിക്ക് സദഖ കൊടുക്കാൻ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ നിന്ന്, അയാൾക്ക് ഒരു ജമാഅത്ത് ഉണ്ടാകാൻ വേണ്ടി അയാളുടെ കൂടെ നിസ്കാരത്ത് നിന്ന് കൊടുക്കാൻ ആരാണുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉപയോഗിച്ച വാക്ക് ഇയാൾക്ക് സദഖ കൊടുക്കാൻ ആരാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മുടെ ഫർദ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് മറ്റൊരാൾക്ക് ജമാഅത്ത് കിട്ടാത്ത ആൾക്ക് അയാളുടെ കൂടെ നിന്ന് നിസ്കരിക്കുമ്പോൾ അതിന് നമ്മൾക്ക് കൂലിയുണ്ട്. നമ്മൾക്കതൊരു സുന്നത്ത് നിസ്കാരമായിരിക്കും, ഫർദ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട്. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അയാൾ ഈ വൈകി വന്നയാൾക്ക് കൊടുക്കുന്ന സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് കടം കൊടുക്കുക. കടം കൊടുക്കാൻ സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പണം നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, മൻ അൻദറ മുഅ്സിറൻ ഫലഹു കുല്ല യൗമിൻ സദഖ ഖബ്ല അൻ യഹുല്ല ദൈൻ. കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നയാൾക്ക് അവധി നീട്ടിക്കൊടുത്തു. അയാൾക്ക് ഓരോ ദിവസവും
സദഖയാണ്, സദഖയുടെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തു. കടം കൊടുക്കുമ്പോൾ ഒരു അവധി വെച്ചു. ഒരാളൊരു 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു. ഈ മാസം 30 തിരിച്ചു തരണം എന്ന അടിസ്ഥാനത്തിൽ. അപ്പൊ ആ 30 വരെ, അതാണ് ഖബ്ല അൻ യഹുല്ല ദൈൻ, ആ കടം തിരിച്ചടക്കേണ്ട സമയം വരെയും അയാൾ 1000 ദിവസം 1000 രൂപ ഓരോ ദിവസവും കടം കൊടുത്തതുപോലെയാണ് ആ 30-ാം തീയതി വരെ. ഇനി ഫൈദ ഹല്ല ദൈൻ, ഇനി ആ കടം തിരിച്ചടക്കേണ്ട സമയമായപ്പോ ഫഅൻദറഹു ബഅദ ദാലിക്, അയാൾ വീണ്ടും അവധി നീട്ടിക്കൊടുത്തു. അയാൾക്ക് തിരിച്ചടക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അയാൾ അവധി ഒന്നുകൂടി നീട്ടിക്കൊടുത്താൽ ഫലഹു കുല്ല യൗമിൻ മിസ്ലൈഹി സദഖ, പിന്നീട് ഓരോ ദിവസവും ഇരട്ടിയാണ് കൂലി. എന്ന് പറഞ്ഞാൽ 1000 കൊടുത്തെങ്കിൽ പിന്നെ ഓരോ ദിവസവും 2000 സദഖ കൊടുത്തതുപോലെയാണ് അയാൾ അവധി നീട്ടിക്കൊടുത്ത ഓരോ ദിവസവും. അപ്പൊ നോക്ക്, കടം കൊടുക്കുന്നതിന് വലിയ ശ്രേഷ്ഠത ഇസ്ലാമിലുണ്ട്. അപ്പോ എത്രയാണോ നമ്മൾ കടം കൊടുത്തത് അത്രയും സദഖ കൊടുത്തതുപോലെയാണ്. ഡേറ്റ് എന്നിട്ട് നമ്മൾ വീണ്ടും നീട്ടിക്കൊടുത്താൽ പിന്നെ ഇരട്ടി, അതിന്റെ ഇരട്ടി സദഖ ഓരോ ദിവസവും അത്ര സംഖ്യ സദഖ കൊടുത്തതുപോലെ നാം മനസ്സിലാക്കേണ്ടത്. അത്ര സംഖ്യ കൊടുത്തതല്ല, ഓരോ ദിവസവും അത്ര കൊടുത്തതാണ്. അപ്പൊ 1000 ആണെങ്കിൽ ഡെയിലി 1000, 30 ദിവസം നീട്ടിക്കൊടുത്ത 30 ദിവസം 1000 കൊടുത്തതിന്റെ കൂലിയുണ്ട്. വീണ്ടും അവധി നീട്ടിക്കൊടുത്താൽ അതിന്റെ ഇരട്ടി ഓരോ ദിവസവും സദഖ കൊടുത്തതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇതൊക്കെ നേർക്ക് നേരെ, ഇതിന് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ ആ സമ്പത്ത് അയാൾക്ക് എന്തെങ്കിലും നേർക്ക് നേരെ നഷ്ടപ്പെടുന്നില്ല, അയാൾക്കത് തിരിച്ചു കിട്ടും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅ, ഒരാൾ ഒരു ചെടി, ഒരു ഫലവൃക്ഷം നടുന്നു, ഒരു ഫലവൃക്ഷം നട്ടു, എന്തെങ്കിലും ഒരു ഫലം തിന്നാൻ പറ്റുന്ന ഒരു സാധനം ഉള്ളൊരു മരം അയാൾ നട്ടുപിടിപ്പിച്ചാൽ ഫയകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, അതിൽ നിന്ന് പക്ഷികൾ കഴിക്കുന്നു, മനുഷ്യർ തിന്നുന്നു, മറ്റു ജീവികൾ അതിൽ നിന്ന് തിന്നുന്നു എങ്കിൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതിന് അവന് സദഖയുടെ കൂലിയുണ്ട്. അപ്പൊ നമ്മളൊരു ഫലവൃക്ഷം നട്ടു, അതിൽ നിന്ന് ആര് തിന്നാലും അവന് കൂലിയുണ്ട്. മനുഷ്യർ മാത്രം തിന്നാനല്ല, ചില ആളുകൾ അവർക്ക് തിന്നാൻ യഥേഷ്ടം ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്യും, പക്ഷികളൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പല സൂത്രങ്ങൾ ഉപയോഗിക്കും. ശരിക്കും വിശ്വാസി അതിൽ നഷ്ടം വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷി തിന്നാലും അവന് കൂലിയുണ്ട്, ആര് തിന്നാലും കൂലിയുണ്ട്. അത് സദഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യം, ഒരാൾ മൻ ഹഫറ മാഅൻ ലം തശ്റബ് മിൻഹു കബിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു, ആ മൻ ഹഫറ മാഅൻ ലം തശ്റബ് മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ തായിരിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയും അതിൽ നിന്ന് കുടിച്ചാൽ, കിണർ കുഴിച്ചു കൊടുത്തു, അത് മനുഷ്യനാകട്ടെ ജിന്നുകളാകട്ടെ അതുപോലെ തന്നെ പക്ഷികളാകട്ടെ, അതിനൊക്കെ അവന് ഖിയാമത്ത് നാളിൽ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മൾ വീട്ടുകാർക്ക് എന്തു ചെയ്തു കൊടുത്താലും സദഖയാണ്. നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് സദഖയാണ്. നമ്മൾ നേരത്തെ ആ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നതിന്റെ മഹത്വം. ഇവിടെ വീട്ടുകാർക്ക് എന്ത് സേവനം ചെയ്തു കൊടുത്താലും അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നമ്മൾ ഭാര്യയെ അല്ലെങ്കിൽ വീട്ടുകാരെ നന്മയിൽ, അവിടുത്തെ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങളിൽ സഹകരിക്കുക എന്നുള്ളത് സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മാ സനഅത ഇലാ അഹ്ലിക് ഫഹുവ സദഖത്തുൻ അലൈഹിം, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു നന്മയും സദഖയാണ്. അപ്പൊ വീട്ടിൽ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ ആ വീട്ടുകാർക്ക് ചെയ്യുന്ന ഏതൊരു സേവനവും എന്താണ്, സദഖയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഭാര്യയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം, മാ അഅത അർ-റജുലു ഇംറഅതഹു ഫഹുവ സദഖ, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് എന്തു കൊടുത്താലും സദഖയാണ്. എന്തു കൊടുത്താലും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി എന്ത്, ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, ഇനിയൊരു പലഹാരമാകട്ടെ, വസ്ത്രമാകട്ടെ, എന്തും സദഖയാണ്.
നേരത്തെ പറഞ്ഞ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയം തന്നെ. വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലത് കൊണ്ടുവരണം. നമ്മളൊക്കെ വീട്ടുകാർക്ക് വേണ്ടി ഡയലി എത്രയോ സമ്പത്ത് ചെലവാക്കും. നമ്മളന്ന് വിശദമായി പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ നമ്മൾ ഇസ്തിഹ്ദാർ മനസ്സിൽ എന്ത് ചെയ്യണം, ആ ഒരു നിയ്യത്തുണ്ടാകണം. കടയിൽ പോകുമ്പോൾ നമ്മൾ ഒരാൾക്ക് 10 രൂപ 100 രൂപ സ്വതക്ക് കൊടുക്കുന്നത് പോലെ തന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിന് കൂലിയുണ്ട്, ആ കൂലി എനിക്ക് കിട്ടണം, ഇതൊരു സദഖയാണ് എന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ചും ഭാര്യയ്ക്ക് നീ എന്തു കൊടുത്താലും സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ ഹദീസ് കേട്ടു. എന്താണ്? ഇന്നർ റജുല ഇദാ സഖ ഇംറഅതഹു മിനൽ മാഇ ഉജിറ. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഭാര്യയ്ക്ക് എടുത്തു കൊടുത്താൽ പ്രതിഫലമുണ്ട് എന്ന ഹദീസ് അദ്ദേഹം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഫഅതൈതുഹാ വസഖൈതുഹാ വഹദ്ദസ്തുഹാ ബിമാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഹദീസ് കേട്ടപ്പോ എന്റെ ഭാര്യന്റെ അടുത്ത് ചെന്നു, അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവൾക്ക് വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് റസൂലിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ഭാര്യ വെള്ളം ചോദിക്കുമ്പോൾ, മക്കൾ വെള്ളം ചോദിക്കുമ്പോൾ അപ്പോ അതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇതും അതിൽപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ പറഞ്ഞ വീട്ടിൽ ഏതൊരു നന്മക്കും നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ, എന്തൊരു സേവനം വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ പല ഹദീസുകളിലായി 30-ൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഇതൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ചിലപ്പോൾ ഡെയിലി കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലത് ഫിഅലിയായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ അമലിയായ അഥവാ ജവാരിഹ് കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതുണ്ടാകും. ചിലത് ഖൗലിയായിരിക്കും. ഖൗലി എന്ന വാക്കുകൾ കൊണ്ട്, വാക്കുകൾ മാത്രമായിരിക്കും. അൽ കലിമത്ത് തയ്യിബ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അതൊക്കെ വാക്കുകളാണ്. അങ്ങനെ ഉണ്ടാവും. ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ നഫ്അ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതിന്റെ നഫ്അ, അതിന്റെ ഉപകാരം നഫ്ഉൻ ഖാസിർ, അത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന, അത് പറയുന്ന, അത് ചെയ്യുന്ന ആളിൽ ഒതുങ്ങുന്നതുണ്ടാകും. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അതിന്റെ നേട്ടം നമുക്ക് മാത്രമാണ്. എന്നാൽ നമ്മൾ ഒരാൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കാന്നുള്ളതോ, അതിന്റെ നേട്ടം നമ്മൾക്കുണ്ട്, അയാൾക്കുണ്ട്. അപ്പൊ ഇതിലുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ ഉപകാരം അയാളിൽ തന്നെ ഒതുങ്ങുന്നതുണ്ട്, മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നതുണ്ട്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഉപകാരം മറ്റൊരാൾക്ക് കൂടിയുണ്ട്. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിൽ എന്തുണ്ട്, അവർക്ക് പിന്നെ അതിൽ ഉപകാരമുണ്ട്. ഇതിൽ നമ്മൾ വിട്ടുപോയൊരു വിഷയം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ فكل تسبيحة صدقة وكل تحميدة صدقة وكل تهليلة صدقة وكل تكبيرة صدقة وأمر بالمعروف صدقة ونهي عن المنكر صدقة. നേരത്തെ പറഞ്ഞു, ഓരോ മഫ്സിലിനും, ഓരോ സന്ധിക്കും, ഓരോ ദിവസവും മനുഷ്യൻ എന്തുണ്ട്, സദഖ കൊടുക്കണം. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ സദഖയാണ്. ഒരാൾക്ക് നന്മ കൽപ്പിച്ചു കൊടുക്കൽ സദഖയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹുമാ മിനദ്ദുഹാ. ഇതിനൊക്കെ പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ, 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ ഈ പറഞ്ഞതിനൊക്കെ പരിഹാരമാണ്. വേറെ റിവായത്തിൽ കാണാം, നമ്മുടെ ശരീരത്തിന് എത്ര 360 മഫ്സിലുകളുണ്ട്, അതിനൊക്കെ ഓരോ സദഖ ഉണ്ട്. അപ്പോൾ ഒരാൾ 2 റക്അത്ത് ദുഹ നിസ്കരിച്ച എന്തായി, ആ 360നും 360 മഫ്സിലിനും തുല്യമായ സദഖ 2 റക്അത്ത് ദുഹയിൽ തന്നെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമ്മുടെ ശരീരത്തിലെ 360 ജോയിന്റിനും ഓരോ ദിവസവും ഒരാൾ സദഖ കൊടുക്കണം. 2 റക്അത്ത് ദുഹ നിസ്കരിച്ച എന്തായി, അതിന് തത്തുല്യമായതായി എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ വിട്ടുപോയതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ലീമുഹു അലാ മൻ ലഖിയ സദഖ. ഒരാൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത് എന്താണ്, സദഖയാണ്. അപ്പോ ഒരാളോട് സലാം പറയൽ എന്താണ്, സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള നന്മകളുടെ വാതിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖാത്തുൻ ഗൈറു മാലിയ, സമ്പത്ത് ആവശ്യമില്ലാത്ത
സമ്പത്തിന്റെ ആവശ്യമില്ലാത്ത, എന്നാൽ സദഖയാണെന്ന് പഠിപ്പിച്ച 30 കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല പഠിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.